വിശദമായ വാർത്തകളിലേക്ക്. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് മന്ദിരം നാടിന് സമർപ്പിച്ചു. മങ്കൊമ്പ് ബ്ലോക്ക് ജംഗ്ഷന് സമീപം 1,20,00,000 രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഓൺലൈനായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പുതിയ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കൂടുതൽ കാര്യക്ഷമമായി ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ജനങ്ങൾക്ക് മികച്ച രീതിയിൽ സേവനം ലഭ്യമാക്കുന്നതിനും ഉതകട്ടെ എന്ന് ഓഫീസിന്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിക്കുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 5-ന് മങ്കൊമ്പ് ബ്ലോക്ക് ജംഗ്ഷൻ സമീപം ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കുട്ടനാട് MLA തോമസ് കെ തോമസ് അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം കുട്ടനാടിന് വേണ്ടി 500 കോടി രൂപ ഈ കേരളത്തിന്റെ ബഡ്ജറ്റിൽ വെച്ചുകൊണ്ടാണ് കുട്ടനാടിനെ കേരള ഗവൺമെന്റ് ചേർത്ത് പിടിച്ചത്. കുടിവെള്ള പദ്ധതിക്ക് പണം കൊടുത്തു, അതിന്റെ ടെൻഡർ കഴിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റോഡുകൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ നിങ്ങളുടെ ഈ AC റോഡ് മാത്രം എടുത്താൽ മതി, കുട്ടനാടിനുണ്ടായ മാറ്റം നിസ്സാരമാണോ? പാലങ്ങൾ എത്രയാണ് പണിതത്? ഞാൻ കഴിഞ്ഞ ദിവസം കയറി പോയി. ഒരു കാലത്തും 1, 2, 3, 4 വാർഡുകളിൽ ബോട്ടല്ലാതെ വള്ളമല്ലാതെ ഒന്നും ചെല്ലാത്ത സ്ഥലത്ത് നേരെ എന്റെ വണ്ടി അവിടെ പോയി പരിപാടി പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു വരുന്നത് ചാവറയത്തിന്റെ വീട്ടിന്റെ മുറ്റത്ത് നടന്ന യോഗത്തിൽ. അപ്പൊ വലിയ മാറ്റം, ഇനിയും ഒരുപാട് മാറ്റം ഉണ്ടാക്കണം. ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് MP മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ ആദരിച്ചു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത്, ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്ലാൻ ഫണ്ടിൽ നിന്നും 1,20,00,000 രൂപ ചെലവഴിച്ച് 3 നിലകളിലായി ആധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 16, 17 തീയതികളിൽ മേഖലയിലെ കുത്തകകൾക്കെതിരെ ചെറുകിട സംരംഭകരുടെ ശക്തി തെളിയിക്കുന്നതായിരിക്കും സമ്മേളനമെന്ന് COA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേബിൾ TV രംഗത്തും ഇന്റർനെറ്റ് മേഖലയിലും കുത്തകകൾക്കെതിരെ പോരാടി അതിജീവനത്തിന്റെ നേർചിത്രം പകർന്ന് ജനകീയ മുന്നേറ്റം നടത്തുന്ന പ്രസ്ഥാനമാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. സംഘടനയുടെ 14ാം സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട് നടക്കുകയാണ്. അതിനു മുന്നോടിയായിട്ടാണ് ജില്ലാ സമ്മേളനം ചേരുന്നതെന്ന് COA ഭാരവാഹികൾ അറിയിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COAയുടെ 14ാം സംസ്ഥാന സമ്മേളനം മാർച്ച് മാസം 2, 3 തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കാം. അതിന് മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനമാണ് ഫെബ്രുവരി 16, 17 തീയതികളിൽ ആലപ്പുഴയിൽ. അധിനിവേശത്തിനെതിരെ ജനകീയ വിതൽ എന്ന മുദ്രാവാക്യം ഉയർത്തി കേരളത്തിലെ 4000-ഓളം വരുന്ന സ്വയം തൊഴിൽ സംരംഭകരായ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയാണ് COA എന്ന സംഘടനയും ആ സംഘടന നേതൃത്വം നൽകുന്ന നിരവധി കമ്പനികളും. ഇന്ന് ഇന്റർനെറ്റ് അവകാശമാക്കിയ കേരളം പോലെ സംസ്ഥാനത്ത് വിദേശ മൂലധന ശക്തികളുടെ കോർപ്പറേറ്റുകളുടെ കടമേറ്റം വളരെ രൂക്ഷമായ ഒരു സംസ്ഥാനത്ത് ലോകത്തിൽ നിന്ന് മാതൃകയായി, രാജ്യത്തിൽ നിന്ന് മാതൃകയായി ഒരു സ്വയം തൊഴിൽ സംരംഭക കൂട്ടായ്മയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. 16-ന് വൈകിട്ട് 3-ന് ചെത്തുതൊഴിലാളി യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം ആലപ്പുഴ MP AM ആരിഫ് ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തും. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് നിർവഹിക്കും. പ്രതിനിധി സമ്മേളനവും മറ്റ് സംഘടനാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന സമ്മേളനങ്ങളും ഫെബ്രുവരി 17-ന് നടക്കും. COA ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് G സുരേഷ് ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോജി ജോസഫ്, MO ലതീഷ് കുമാർ, ആലപ്പുഴ മേഖലാ പ്രസിഡന്റ് CA ലെവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആലപ്പുഴ ഭൂമി തരം മാറ്റം അദാലത്തിൽ രേഖകൾ കൈമാറിയത് 1285 പേർക്ക്. കുട്ടനാട്ടിൽ തീർപ്പാക്കിയത് 280 അപേക്ഷകൾ. ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ ലഭിച്ച അപേക്ഷകൾ അതിവേഗം തീർപ്പാക്കാൻ SDV സെന്റിനറി ഹാളിൽ സംഘടിപ്പിച്ച അദാലത്തിൽ 1285 പേർക്ക് രേഖകൾ കൈമാറി. മുല്ലയ്ക്കൽ സ്വദേശിനി പൊന്നമ്മയ്ക്ക് ഭൂമിയുടെ തരം മാറ്റ രേഖ കൈമാറിക്കൊണ്ട് ജില്ലാ കളക്ടർ ജോൺ V സാമുവേൽ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് 10,000-കണക്കിന് അപേക്ഷകളാണ് ഈ തരമാറ്റത്തിന് സബ് കളക്ടറുടെയും RDOമാരുടെയും ഓഫീസിലെത്തുന്നത്. പക്ഷേ ഒരു ഫയൽ കിട്ടിയാൽ നേരിട്ട് അവരെ എടുത്തു വെച്ചിട്ട് നിലത്തിൽ നിന്ന് പുരയിടമാക്കാൻ പറ്റില്ല. കാരണം നിരവധി റെക്കോർഡുകളുണ്ട്. വില്ലേജ് ഓഫീസിലെ റെക്കോർഡുകളുണ്ട്, സെറ്റിൽമെന്റ് ഉണ്ട്,
ഇങ്ങനെ റെക്കോർഡുകളിലെല്ലാം തന്നെ മാറ്റം വരുത്തുന്ന ഒരു വലിയ പ്രക്രിയയാണ്. സാധാരണ നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് എന്താണ് ഇത്രയും വലിയ പ്രശ്നം. അപ്പോൾ ഇത് ഫീൽഡിലും മറ്റും പരിശോധിച്ച് കൃഷി ഓഫീസറുടെയും വില്ലേജ് ഓഫീസറുടെയും അഭിപ്രായങ്ങൾ തേടി വേണ്ടി വന്നാൽ നിങ്ങൾ നേരിട്ട് കേട്ടും ആ ഭൂമിയുടെ മുമ്പത്തെ ഉപഗ്രഹ ചിത്രം കെസ്റക്ക് വഴി എടുത്തും ആണ് ഇത് ഉറപ്പുവരുത്തിയത്. കാരണം അല്ലെങ്കിൽ വെറുതെ ചെയ്തു എന്നാൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അത് വലിയ പരാതിക്ക് ഇടയാക്കും. അമ്പലപ്പുഴ, കുട്ടനാട്, ചേർത്തല താലൂക്കുകളിലെ 25 സെന്റിൽ താഴെയുള്ള സൗജന്യ തരം മാറ്റത്തിന് അർഹതയുള്ള അപേക്ഷകളാണ് അദാലത്തിൽ പരിഗണിച്ചത്. ആകെ 3657 അപേക്ഷകളാണ് പരിഗണിച്ചത്. അമ്പലപ്പുഴ 311, കുട്ടനാട് 280, ചേർത്തല 694 എന്നിങ്ങനെയാണ് അപേക്ഷകളിൽ തീർപ്പാക്കിയത്. പ്രത്യേകമായി സജ്ജീകരിച്ച 12 കൗണ്ടറുകളിലായാണ് രേഖകൾ വിതരണം ചെയ്തത്. ADM വിനോദ് രാജ്, സീനിയർ സൂപ്രണ്ട് ഷാജി ബേബി, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സബ് കളക്ടർ സമീർ കൃഷ്ണന്റെ അധ്യക്ഷതയിലായിരുന്നു അദാലത്ത് നടത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ 2022-23 വർഷത്തെ മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയത് മുട്ടാർ ഗ്രാമപഞ്ചായത്ത്. കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്താണ് സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത്. മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് കരസ്ഥമാക്കി. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം, മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്, കോട്ടയം ജില്ലയിലെ വൈക്കം എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകൾ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം പങ്കിട്ടു. സ്വരാജ് ട്രോഫിക്കൊപ്പം സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനക്കാർക്ക് 50 ലക്ഷം രൂപയും 2ാം സ്ഥാനക്കാർക്ക് 40 ലക്ഷം രൂപയും 3ാമതെത്തിയവർക്ക് 30 ലക്ഷം രൂപയും ലഭിക്കും. ജില്ലാ പഞ്ചായത്ത് 1ാം സ്ഥാനം തിരുവനന്തപുരം, 2ാം സ്ഥാനം കൊല്ലം. ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ ഗ്രാമപഞ്ചായത്ത്, 2ാം സ്ഥാനം ആലപ്പുഴ ജില്ലയിലെ മുട്ടാർ ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ തവണ ആലപ്പുഴ ജില്ലാതലത്തിൽ 1ാം സ്ഥാനം മുട്ടാർ ഗ്രാമപഞ്ചായത്തിനായിരുന്നു. തനത് ഫണ്ട് കുറവുള്ള സംസ്ഥാനത്തെ പഞ്ചായത്തുകളിലൊന്നാണ് മുട്ടാർ. പരിമിതികൾക്കുള്ളിൽ നിന്ന് മികച്ചതും മാതൃകാപരവുമായ പ്രകടനം കാഴ്ചവെച്ചതിനാലാണ് മുട്ടാർ പഞ്ചായത്തിന് ഈ അവാർഡ് ലഭ്യമായതെന്ന് പ്രസിഡന്റ് കെ സുരമ്യ പറഞ്ഞു. പഞ്ചായത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാർ തരുന്ന ഫണ്ടുകളെല്ലാം തന്നെ 100% പൂർത്തീകരിച്ച് സമയബന്ധിതമായി തന്നെ മുമ്പോട്ട് പോകുന്നൊരു പഞ്ചായത്താണ് മുട്ടാർ പഞ്ചായത്ത്. സംസ്ഥാന സർക്കാരുകൾ നൽകിയ എല്ലാവിധ ഫണ്ടുകളും 100% ചെലവഴിച്ചു. 100% നികുതി പിരിവ്, പഞ്ചായത്തിൽ നിന്ന് നൽകുന്ന സേവനങ്ങളുടെ കൃത്യത, മാലിന്യമുക്ത നവകേരള പ്രവർത്തനങ്ങൾ, തുടർച്ചയായി 100% യൂസർ ഫീസ് കളക്ഷൻ, ഹരിതകർമ്മസേന പ്രവർത്തനങ്ങൾ, പരാതി പരിഹാര സംവിധാനങ്ങൾ, കാർഷിക മേഖലയിലെ ഇടപെടലുകൾ, വയോജന ഭിന്നശേഷി പദ്ധതികൾ, പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ, ലഹരി വിമുക്ത ക്യാമ്പയിനുകൾ, കുടുംബശ്രീ ശാക്തീകരണം, വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തൽ തുടങ്ങി സംസ്ഥാന സർക്കാർ യഥാസമയം ഇറക്കുന്ന ഉത്തരവുകൾ വരെ സമയബന്ധിതമായി നടപ്പിലാക്കിയതും പഞ്ചായത്തിനെ ഇത്തരത്തിലൊരു നേട്ടത്തിലേക്ക് എത്തിക്കുന്നതിന് കാരണമായി. ഗ്രാമത്തിലുണ്ടായിരുന്ന നമ്മുടെ വാർഡുകളിൽ ഉണ്ടായിരുന്ന ചെറുതും വലുതുമായ പരാതികൾ തത്സമയം പരിഹരിക്കുകയും തുടർന്ന് വേണ്ടുന്ന മേലെ ഓഫീസിലൂടെ ടേക്ക് ഓവർ ചെയ്യുകയും തുടർന്ന് നമ്മൾ പരിഹാരം അടിയന്തരമായിട്ട് പൂർത്തീകരിക്കുന്ന പദ്ധതിയാണ് ഗ്രാമസ്പർശം എന്ന നൂതന പരിപാടി. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ പദ്ധതികളും ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന പദ്ധതികൾ സമയബന്ധിത പൂർത്തീകരിക്കുകയും ടാക്സ് അടക്കം 100% പിരിക്കുകയും ഹരിതകർമ്മ സേനയുടെ പിരിവടക്കം എല്ലാ മേഖലകളിലും കയ്യൊപ്പോടുകൂടിയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാന മുൻതൂക്കം കൊടുക്കുന്ന പദ്ധതിയായ മാലിന്യമുക്ത നവകേരളം പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് മികവാർന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഈ കാര്യത്തിൽ നടത്തി വരുന്നത്. 100% യൂസർ ഫീസ് മാസങ്ങളായി പിടിച്ചെടുക്കുന്ന ഒരു പഞ്ചായത്ത്. അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ എല്ലാ പ്രവർത്തനങ്ങളും MCF അടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായ രീതിയിൽ നടന്നു വരികയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കുടുംബങ്ങൾക്കും 100 ദിനം തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഏപ്രിൽ 1-ാം തീയതി 2023-24 ഏപ്രിൽ 1-ാം തീയതി തന്നെ മഷോള ഏറ്റുവാങ്ങിക്കൊണ്ട് ഏകദേശം രജിസ്റ്റർ ചെയ്ത കുടുംബങ്ങൾക്കെല്ലാം 100 ദിനം തൊഴിൽ നൽകാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ പ്രവർത്തനമുണ്ടായി. ആസൂത്രണ സമിതി, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളുടെയും നാട്ടുകാരുടെയും പൂർണ്ണ സഹകരണവും പഞ്ചായത്തിന് ലഭിച്ചു. ഇതെല്ലാമാണ് പുരസ്കാരം ലഭിക്കാൻ ഇടയാക്കിയതെന്നും പ്രസിഡന്റ് കെ സുരമ്യ, വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ്, സെക്രട്ടറി ബിനു ഗോപാൽ എന്നിവർ പറഞ്ഞു. കാർഷിക മേഖലയ്ക്കും മാലിന്യമുക്തം പദ്ധതിക്കും ഊന്നൽ നൽകി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് മായ അനിൽകുമാർ അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കറിന്റെ അധ്യക്ഷതയിലായിരുന്നു ബജറ്റ് അവതരണ യോഗം.
112,17,66,417 രൂപ ആകെ വരവും 106,38,79,950 രൂപ ചെലവും 5,78,86,467 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. കഴിഞ്ഞ കാലത്തെ പ്രവർത്തന നേട്ടങ്ങൾ കാണാതെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാവില്ല. എന്നും അടയാളപ്പെടുത്തുവാൻ കഴിയുന്ന തരത്തിൽ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ കാലം കടന്നുപോയത്. കാർഷിക മേഖലയിൽ ജില്ലയിലെ നെൽകൃഷിക്കാർക്ക് ഏറെ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന കൊടുമൺ റൈസ് മില്ല് പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. ഒരിക്കൽ കൊറോണയിൽപ്പെട്ട് നട്ടം തിരിഞ്ഞിരുന്ന നമുക്ക് ഏറെ ആശ്വാസകരമായി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ സ്ഥാപിക്കപ്പെട്ട ഓക്സിജൻ പ്ലാന്റ് ജില്ലയിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്നായ ശുചിത്വ പദ്ധതിയിലെ വേറിട്ട കാൽവെപ്പായ കുന്നന്താനത്ത് പൂർത്തിയായി വരുന്ന പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ യൂണിറ്റ് അഭ്യസ്തവിദ്യരായ പട്ടികജാതി കുട്ടികൾക്ക് പ്രവൃത്തി പരിചയത്തോടൊപ്പം വരുമാനവും ഉറപ്പു നൽകുന്ന അപ്രന്റീസ്ഷിപ്പ്, കാർഷിക മേഖല, മൃഗസംരക്ഷണം, മത്സ്യമേഖല, വിദ്യാഭ്യാസം, സാമൂഹിക നീതി, വനിതാ വികസനം, യുവജനക്ഷേമം, ശുചിത്വം, കുടിവെള്ളം, ഭവന നിർമ്മാണം, ആരോഗ്യം, വയോജനക്ഷേമം, പട്ടികജാതി പട്ടികവർഗക്ഷേമം തുടങ്ങിയ മേഖലകൾക്ക് ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ശുചിത്വ സർവേയുടെ ഭാഗമായി ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഹരിതമിത്രം QR കോഡ് പതിപ്പിക്കലും തുടർന്നുള്ള പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി നടന്നുവരികയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ബജറ്റിന്റെ തുടർ ചർച്ചകൾക്കും അംഗീകാരത്തിനുമായി ഫെബ്രുവരി 16-ന് യോഗം വീണ്ടും ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. ബജറ്റ് അവതരണ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി AS നൈസാം, മറ്റ് നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷിക മേഖലയിലെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കിസാൻ ജനതാ സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടനാട്ടിൽ കർഷക രക്ഷാജാഥ നടത്തി. മങ്കൊമ്പ് ജംഗ്ഷനിൽ നടന്ന സമാപന സമ്മേളനം നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും വരെ സമരരംഗത്തുണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. കടൽ നിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന കുട്ടനാട്ടിലെ സ്ഥലങ്ങളിൽ നെൽകൃഷി ചെയ്യണമെങ്കിൽ ചക്രം ചവിട്ടി വെള്ളം തേവിക്കളഞ്ഞ് കരയുണ്ടാക്കി കരയിൽ നെല്ല് പൊന്ന് വിളയിച്ച കൃഷിക്കാരനാണ് കുട്ടനാടിനെ ഉണ്ടാക്കിയെടുത്തത്. നിങ്ങൾ ഓർക്കണം. കൃഷി സ്ഥലങ്ങളിൽ ഒരു പ്രാവശ്യം പോലും പോകാതെ സർക്കാരിൻ്റെ ശമ്പളം 80,000 1 ലക്ഷവും എണ്ണി വാങ്ങുന്ന കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുള്ള നാട്ടിൽ ഇവരുടെ ആരുടെയും ആശ്രയമില്ലാതെയാണ് കുട്ടനാട്ടിലെ നെൽകൃഷി കാലാകാലങ്ങളിൽ ഇവിടുത്തെ അധ്വാനശീലരായ കൃഷിക്കാരുണ്ടാക്കിയെടുത്തത്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിപൂർണമായും കേരള സർക്കാരുകൾ അവഗണിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലം എന്നൊക്കെ പറയപ്പെടുന്ന ഈ കുട്ടനാട്ടിൽ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഇവിടുത്തെ കൃഷിക്കാരുടെ കാര്യത്തിന് വേണ്ടി പണിയെടുത്തത്? രണ്ടാം കുട്ടനാട് പാക്കേജ് പൂർണ്ണമായും കുട്ടനാടിൻ്റെ വികസനത്തിനും കർഷക സംരക്ഷണത്തിനുമായി വിനിയോഗിക്കുക, സംഭരിക്കുന്ന നെല്ലിൻ്റെ വില 1 മാസത്തിനകം നൽകുക, വില 28 രൂപയിൽ നിന്നും 35 രൂപയായി വർദ്ധിപ്പിക്കുക, ആത്മഹത്യ ചെയ്ത കർഷകരുടെ കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകുക, AC റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കുകയും ഗ്രാമങ്ങളിലേക്കുള്ള ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാഷണൽ ജനതാദൾ സംസ്ഥാന കമ്മിറ്റിയും കിസാൻ ജനതയും സംയുക്തമായി കാൽനട ജാഥകൾ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ കിടങ്ങറയിൽ നിന്നും ടോമി ജോസഫിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ജാഥ UDF കുട്ടനാട് നിയോജക മണ്ഡലം ചെയർമാൻ ജോസഫ് ചേക്കോടനും രഘുത്തമൻ ക്യാപ്റ്റനായി പള്ളാത്തുരുത്തിയിൽ നിന്നും ആരംഭിച്ച ജാഥ കിസാൻ ജനത സംസ്ഥാന ജനറൽ സെക്രട്ടറി മേടയിൽ അനിൽകുമാറും ഉദ്ഘാടനം ചെയ്തു. ഇരു ജാഥകളും മങ്കൊമ്പിലെത്തിയ ശേഷം നടന്ന സമാപന സമ്മേളനത്തിൽ കിസാൻ ജനത സംസ്ഥാന പ്രസിഡന്റ് ടോമി ജോസഫ് തുരുത്തുമാലിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അനിൽ മേടയിൽ, വത്സമ്മ ജോൺ, മധു ചെമ്പുകുഴി, ജോൺ സാമുവേൽ, നൌഫിയ നസീർ, യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് യൂസഫ് അലി മടവൂർ, രഘുത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. വെളിയനാട് ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് NDA മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. BJP ദക്ഷിണ മേഖലാ അധ്യക്ഷൻ K. സോമൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഈ നാടിന്റെ സന്തതികളാണ്. കിട്ടുന്ന വെള്ളം കുടിച്ച് നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. കുട്ടനാടുകാരുടെ ആരോഗ്യം കവർന്നെടുക്കുന്ന മാരകമായ രോഗത്തിന്റെ പിടിയിലേക്ക് ഈ കുട്ടനാടൻ ജനതയെ എറിഞ്ഞു കൊടുക്കുന്നവരാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതാക്കന്മാർ. BJPക്ക് എന്താ പങ്ക്? BJPക്ക് ഒരു അവസരം തരട്ടെ. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കുട്ടനാട് ഇവിടെ നടപ്പാക്കുന്നതിന് BJPക്ക് ഒരു അവസരം തന്നാൽ അത് മോദിയുടെ ഗ്യാരണ്ടി ഈ കുട്ടനാടിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കും. കുട്ടനാടിലെ ചെത്തുതൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്ന തൊഴിൽപരമായ പ്രതിസന്ധി എന്താ? ചെത്തുതൊഴിലാളികളുടെ ഏറ്റവും വലിയ സംഘടന ഇന്ന് CIT അല്ലേ? CIT-കാരന് സുരക്ഷിതത്വമുണ്ടോ തൊഴിൽ മേഖലയിൽ?
മുതലാളിമാരുടെ അടിമകളായി തൊഴിലാളി നേതാക്കന്മാർ മാറുമ്പോ, തൊഴിലാളി നേതാക്കന്മാരുടെ സാമ്പത്തിക സാഹചര്യം സുരക്ഷിതമാകുമ്പോ BJP വാർഡ് പ്രസിഡന്റ് സുനിൽകുമാർ മുപ്പതിൽച്ചിറയുടെ അധ്യക്ഷതയിലായിരുന്നു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. ജില്ലാ വൈസ് പ്രസിഡന്റ് TK അരവിന്ദാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ വിനോദ് പുളിവേലി, S ശ്രീകുമാർ, മാത്യൂസ് തെക്കേപ്പറമ്പൻ, K ഉല്ലാസ്, MD ഓമനക്കുട്ടൻ, സ്ഥാനാർത്ഥി സുഭാഷ് പറമ്പിശ്ശേരി എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി 22-നാണ് ഉപതെരഞ്ഞെടുപ്പ്. കേരള NGO യൂണിയൻ 61ാമത് കുട്ടനാട് ഏരിയ സമ്മേളനം മങ്കൊമ്പിൽ ചേർന്നു. മെയ് 25, 26, 27 തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടായിരുന്നു ഏരിയ സമ്മേളനം. വ്യാഴാഴ്ച രാവിലെ 9-ന് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഹാളിൽ ചേർന്ന സമ്മേളനം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം M രഞ്ജിനി ഉദ്ഘാടനം ചെയ്തു. നമ്മളെപ്പോഴും പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അതുപോലെ തന്നെ എന്നും ലോകം കയ്യൂക്കുള്ളവൻ ആരാണ്? മുതലാളിയാണ്. ആ മുതലാളിത്തത്തിൻ്റെ, ആ സമ്പന്നൻ്റെ കൂടെയായിരുന്നു. അങ്ങനെയുള്ള സമ്പന്നന്മാരുടെ ഇടയിൽ പ്രതിസന്ധി വരുന്ന കാലഘട്ടങ്ങളിലെല്ലാം ഇവരെന്ത് ചെയ്യും? അതിനെ അതിജീവിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ സ്വീകരിക്കും. ആ തന്ത്രങ്ങൾ സ്വീകരിക്കുമ്പോൾ ആ തന്ത്രങ്ങൾ എങ്ങനെയായിരിക്കും? അവിടങ്ങളിലെ തൊഴിലാളികളെ പിഴിയുന്നതായിരിക്കും. അപ്പം അതിൽ നിന്ന് രക്ഷ നേടുന്നതിനായി അത് അസഹനീയമായി വരുന്നൊരു സാഹചര്യത്തിൽ തൊഴിലാളികൾ കൂട്ടം കൂടുകയും തൊഴിലാളി പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും, അത് എക്കാലവും നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു സമ്പന്നൻ്റെയും ഒരു മുതലാളിയുടെയും ഒരു പ്രമാണിമാരുടെയും അല്ലെങ്കിൽ ഒരു മുതലാളിത്തത്തിനും അവസാന ഘട്ടത്തിൽ വിജയം, ഒരു സ്വേച്ഛാധിപത്യ ഭരണാധികാരിക്കും അവസാന ഘട്ടത്തിൽ വിജയം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും അവസാന ഘട്ടത്തിൽ വിജയിക്കുന്നത് ആരായിരിക്കും? തൊഴിലാളി തന്നെയായിരിക്കും. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതിന് ഏറ്റവും ഉദാഹരണമാണ്. സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് VA ഹഷീർ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി S കലേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ S ഉഷാകുമാരി, L മായ, PC ശ്രീകുമാർ, B സന്തോഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബൈജു പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ചമ്പക്കുളം പഞ്ചായത്ത് 13ാം വാർഡിൽ AC കനാലിന്റെ വശത്തുള്ള ആക്രിക്കടയോട് ചേർന്ന് തീപിടുത്തം. വേസ്റ്റിനൊപ്പം ചില വസ്തുക്കൾ കത്തി നശിച്ചെങ്കിലും മറ്റ് അപകടങ്ങളില്ല. AC റോഡിൽ മങ്കൊമ്പിനും നെടുമുടിക്കും ഇടയിലുള്ള ഭാഗത്തായിരുന്നു തീപിടുത്തം. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് തീപിടുത്തമുണ്ടായത്. AC കനാലിലുള്ള കടകലിനും ആക്രിക്കടയിൽ നിന്നുള്ള വേസ്റ്റിനുമാണ് തീപിടിച്ചത്. ഇതിനു മുമ്പ് ഇവിടെ വേസ്റ്റിന് തീയിട്ടപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് താക്കീത് ചെയ്തിട്ടുള്ളതാണെന്നും ഇപ്പോൾ തീപിടുത്തം ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി KCV ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. ചമ്പക്കുളം പഞ്ചായത്ത് 13ാം വാർഡിലെ സ്ഥലമാണ് ഇപ്പോൾ തീ പിടിച്ചത്. AC കനാലിനകത്താണ് തീ പിടിച്ചിരിക്കുന്നത്. നിറച്ച് പുല്ലുകളും വൃക്ഷങ്ങളെല്ലാം വെട്ടിയിട്ടൊക്കെ അതിനകത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇത്രയും ആളിപ്പടർന്നു. അവിടെ ആക്രിക്കാരാണ്, അവരുടെ വേസ്റ്റ് ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്തിനാണ് തീ പിടിച്ചിരിക്കുന്നത്. തീ പിടിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഇതിനു മുമ്പ് ഇവിടെ തീ കത്തിച്ചിട്ടുള്ളപ്പോൾ നമ്മൾ വാണിംഗ് ചെയ്തിട്ടുള്ളതാണ്. ആക്രി ഈ നമ്മുടെ TV ഒക്കെ പൊളിച്ചതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ കത്തിക്കുമ്പോൾ നമ്മൾ അവർക്ക് താക്കീത് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ് തീ പിടിച്ചതെന്ന് അറിയത്തില്ല. തീ പിടിച്ചോടനെ നമ്മൾ അറിഞ്ഞു, ഉടനെ ഫയർഫോഴ്സ് വന്നു. തീ ഇപ്പോൾ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ അപകടങ്ങളൊന്നും പറ്റിയിട്ടില്ല. കുറച്ച് അവരിട്ടിരുന്ന സാധനങ്ങൾ കുറച്ച് കത്തി നശിച്ചു എന്നല്ലാതെ വേറെ മനുഷ്യന് അപകടങ്ങളൊന്നും പറ്റിയിട്ടില്ല. ജീവൻ അപകടങ്ങളൊന്നും പറ്റിയിട്ടില്ല. ഏതായാലും തീ ആളിപ്പടർന്നപ്പോൾ ദുരന്തങ്ങൾ ഒഴിവാക്കാനായി ഫയർഫോഴ്സ് വരേണ്ടി വന്നു. ആലപ്പുഴയിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അബുദാബി ബാബ്സ് ക്ഷേത്രത്തിലെ 7 പ്രധാന പ്രതിഷ്ഠകളിലൊന്നായ അയ്യപ്പന്റെ വിഗ്രഹം നിർമ്മിച്ചത് മാന്നാർ പരുമലയിൽ. കാട്ടുംപുറത്ത് പന്തപ്ലാത്തേക്കേതിൽ PP അനന്തരാചാര്യയുടെയും മകൻ അനു അനന്തന്റെയും നേതൃത്വത്തിലുള്ള ആർട്ടിസാൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ 10ഓളം പേരുടെ 6 മാസത്തോളമുള്ള കഠിന പ്രയത്നമാണ് അബുദാബി ക്ഷേത്രത്തിലെ അയ്യപ്പ വിഗ്രഹം. അനുബന്ധമായുള്ള 18ാം പടി, അലങ്കാര പ്രഭ, വിളക്കുകൾ തുടങ്ങിയവയും ഇവർ തന്നെയാണ് നിർമ്മിച്ചത്. UAEയിലെ 7 എമിറേറ്റുകളെ സൂചിപ്പിക്കുന്ന 7 ഗോപുരങ്ങളിലായി 7 പ്രതിഷ്ഠകളാണുള്ളത്. അയ്യപ്പന്റെ പഞ്ചലോഹത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വിഗ്രഹമാണ് പരുമല ആർട്ടിസൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി നിർമ്മിച്ചത്. 4 അടി ഉയരമാണ് ഈ അയ്യപ്പ വിഗ്രഹത്തിനുള്ളത്. നമ്മൾ ചെയ്തിട്ടുള്ള സാധാരണ അയ്യപ്പൻ്റെ വിഗ്രഹങ്ങൾക്കാട്ടിലും 2 ഇരട്ടി ഉയരമുള്ളതും തൂക്കം മൊത്തം പീഠത്തോട് ചേർത്ത് 1 ടണ്ണോളം വെയിറ്റ് മൊത്തത്തിൽ വരുന്നതുമായ ഒരു അയ്യപ്പ വിഗ്രഹവും അതിൻ്റെ പീഠവും ചെയ്തു കൊടുക്കുകയും അത് മനോഹരമായിട്ട് ചെയ്തു കൊടുക്കാനുള്ള അവസരം തരികയും ശബരിമല തന്ത്രിയുടെ കണ്ഠര് മഹേഷ് മോഹനരുടെ നിർദ്ദേശവും മറ്റ് പല തന്ത്രിമാരുടെ അഭിപ്രായങ്ങളും ചെങ്ങന്നൂരെ തൃപ്പല്ലൂർ ശ്രീ സദാശിവനാചാരി അതിൻ്റെ പീഠം നിർമ്മിച്ചു തരിക, അദ്ദേഹത്തിൻ്റെയും കൂടെ നിർദ്ദേശം അനുസരിച്ച് ഏറ്റവും നല്ല രീതിയിൽ അത് ചെയ്തു കൊടുക്കാൻ അവസരമുണ്ടായി.
ശബരിമല, ഏറ്റുമാനൂർ, പാറമേൽക്കാവ് തുടങ്ങി കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും പ്രശസ്തമായ നിരവധി ക്ഷേത്രങ്ങളിലെ സ്വർണ്ണ കൊടിമരങ്ങൾ, ഗുരുവായൂരിലെ ഭീമൻ വാർപ്പുകൾ, അമേരിക്കയിലെ മിഷിഗൺ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ 1008 തിരികളുള്ള ദീപസ്തംഭം, ന്യൂയോർക്കിലെ ക്രിസ്ത്യൻ പള്ളി, ചിക്കാഗോയിലെ കത്തീഡ്രൽ ചർച്ച് എന്നിവിടങ്ങളിലെ കൊടിമരങ്ങൾ, ടാമ്പ അയ്യപ്പ ക്ഷേത്രത്തിലെ കൊടിമരം, ബലിക്കല്ല്, ശ്രീകോവിൽ അലങ്കാരപ്പണികൾ തുടങ്ങിയവയും PP അനന്തനാചാര്യയുടെയും മകൻ അനു അനന്തന്റെയും നേതൃത്വത്തിലുള്ള ആർട്ടിസൺസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. 25ാമത് ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ കൺവെൻഷന് തുടക്കമായി. ആയിരക്കണക്കിന് വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സഭാത്മകമായ ബോധ്യം വളർത്തുവാൻ ബൈബിൾ കൺവെൻഷനിലൂടെ കഴിയണമെന്നും സഭയുടെ ഐക്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ സാത്താന്റെ പ്രലോഭനമാണെന്നും സഭ മിശിഹായിൽ പണിയപ്പെട്ടിരിക്കുന്നതിനാൽ അത് സഭയിൽ പ്രബലപ്പെടുകയില്ലെന്നും മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്നു. ഏക ശരീരം പോലെ ജീവിക്കുവാൻ നമുക്ക് ശക്തി പകരുന്നു. പരിശുദ്ധാത്മാവിന്റെ ഈ ആന്തരിക ചൈതന്യം നമ്മൾ ഓരോരുത്തരും ഏറ്റുവാങ്ങണം. സഭയെ ഒരു കുടുംബമായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നു. സഭയെ ഒരു കുടുംബമാണ്, അത് ദൈവത്തിന്റെ കുടുംബമാണ്. പൗലോസ് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളല്ലേ, വിശുദ്ധരുടെ സഹപൗരന്മാരല്ലേ. ഉദ്ഘാടന സമ്മേളനത്തിൽ വികാരി ജനറൽമാരായ മോൺസിംഗൂർ ജോസഫ് മാണിയപ്പുരയ്ക്കൽ, മോൺസിംഗൂർ ജെയിംസ് പാലയ്ക്കൽ, മോൺസിംഗൂർ വർഗീസ് താനമാവുങ്കൽ, കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വചനപ്രഘോഷകൻ ഫാദർ ഡാനിയേൽ പൂവണ്ണത്തിലാണ് കൺവെൻഷൻ നയിക്കുന്നത്. ഫെബ്രുവരി 18 ഞായർ വരെ ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ വൈകിട്ട് 8:45 വരെയാണ് കൺവെൻഷന്റെ സമയക്രമീകരണം. 15,000 പേർക്ക് ഇരുന്ന് കൺവെൻഷനിൽ പങ്കെടുക്കാനുള്ള സജ്ജീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പരമ്പരാഗതമായ രീതിയിൽ മഠം കെട്ട് ചടങ്ങ് നടന്നു. ഉത്സവത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിലെ എണ്ണക്കളിത്തട്ട് ഓലമേയുന്ന ചടങ്ങാണിത്. മഠം കെട്ടിന് ശേഷം 41ാം ദിവസമാണ് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടികയറുക. ഈ വർഷത്തെ ഉത്സവം മാർച്ച് 26-ന് കൊടികയറി ഏപ്രിൽ 4-ന് ആറാട്ടോടെ സമാപിക്കും. ഏപ്രിൽ 3-ന് 9ാം ഉത്സവ ദിവസമാണ് ചരിത്രപ്രസിദ്ധമായ നാടകശാല സദ്യ നടക്കുന്നത്. മഠം കെട്ടിന് ശേഷം ക്ഷേത്ര പരിസരവും ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വീടുകളും ശുചീകരിക്കും. ഉപദേശക സമിതി പ്രസിഡന്റ് കെ കവിത, സെക്രട്ടറി ബി ശ്രീകുമാർ, ഉപദേശക സമിതി അംഗങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിമൽ കുമാർ, ക്ഷേത്രം കോയിമാസ്ഥാനി വലിയ മഠം ശ്രീകുമാർ, മാത്തൂർ വേലകളിയാശാൻ രാജീവ് പണിക്കർ, വെള്ളൂർ വേലകളിയാശാൻ പി ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അമ്പലപ്പുഴയുടെ ദേശദേവനായ ശ്രീ പാർത്ഥസാരഥിയുടെ തിരുവുത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള മടംകെട്ട് ചടങ്ങാണ് ഇന്ന് നടന്നത്. ചരിത്രപ്രസിദ്ധമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ എണ്ണക്കളത്തട്ട് ഓലമേയുന്നതോടുകൂടിയാണ് പണ്ടുകാലം മുതൽ തന്നെ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ തിരുവുത്സവം ആരംഭിക്കുക. നാനാജാതി മതസ്ഥർക്കും ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അവകാശങ്ങൾ ദേവനാരായണ രാജാവ് കൽപ്പിച്ചു നൽകിയിട്ടുള്ളത് ഇന്നും തുടർന്നു വരുന്ന ഒരു മഹാക്ഷേത്രമാണ് അമ്പലപ്പുഴ ക്ഷേത്രം. പണ്ടുകാലത്ത് മഠം കെട്ടിയതിന് ശേഷമാണ് അമ്പലപ്പുഴ പ്രദേശത്തുള്ള മുഴുവൻ വീടുകളും ഓലമേയുകയും കുളങ്ങളും തോടുകളുമൊക്കെ വെട്ടി വൃത്തിയാക്കി ഉത്സവത്തിനുള്ള തയ്യാറെടുപ്പുകൾ നാട്ടിൽ ആരംഭിക്കുക. MDMA, കഞ്ചാവ് എന്നിവയുമായി യുവാവിനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. കുരട്ടിശ്ശേരി പട്ടംകോലയ്ക്കൽ വീട്ടിൽ അമൽ സുരേഷാണ് പോലീസിന്റെ പിടിയിലായത്. പരിശോധനയിൽ 12 ഗ്രാം കഞ്ചാവും 1 ഗ്രാം MDMAയും പ്രതിയുടെ കയ്യിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു. ബാംഗ്ലൂരിൽ നിന്നും കഞ്ചാവും MDMAയും കൊണ്ടുവന്ന ശേഷം ബുധനൂർ, പാങ്ങനാട്, മാന്നാർ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ചില്ലറ വിൽപ്പന നടത്തിവരുന്നയാളാണ് പ്രതി അമൽ സുരേഷ് എന്ന് പോലീസ് പറഞ്ഞു. ആലപ്പുഴ ജില്ലാ ഡാൻസ് ഓഫ് ടീം, മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ബി രാജേന്ദ്രൻ പിള്ള, SI-മാരായ CS അഭിരാം, ബിജുകുട്ടൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചെങ്ങന്നൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഭക്തിയുടെ നിറവിൽ വേഴപ്ര മേജർ കൊട്ടാരത്തിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടന്നു. കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന വിശേഷാൽ പൂജകളിൽ പങ്കെടുക്കുന്നതിനും ദേവീസന്നിധിയിൽ പൊങ്കാല അർപ്പിക്കുന്നതിനുമായി നിരവധി ഭക്തരാണ് എത്തിച്ചേർന്നത്. പൊങ്കാല ദിവസമായ വ്യാഴാഴ്ച പുലർച്ചെ 5-ന് പള്ളി ഉണർത്തലോടെ ക്ഷേത്രചടങ്ങുകൾ ആരംഭിച്ചു. നിർമാല്യം, ഗണപതി ഹോമം, ഉഷപൂജ, ശ്രീബലി, ശ്രീഭൂതബലി എന്നിവയ്ക്ക് ശേഷം രാവിലെ 8:30-ന് പ്രശസ്ത പിന്നണി ഗായകൻ മാസ്റ്റർ ഗോകുൽ ഗോപകുമാർ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. തുടർന്ന് ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ VK ഗോപൻ ശർമ്മ പൊങ്കാലയടുപ്പിൽ ദീപം പകർന്നു. 9:30-നായിരുന്നു പൊങ്കാല സമർപ്പണം.
തുടർന്ന് നവകം, കലശാഭിഷേകം എന്നിവയും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ഗിരീഷ് ജി നന്ദനം, സെക്രട്ടറി നിഷാദ് എസ് കല്ലുമ്മേൽ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. SNDP യോഗം ശാഖ നമ്പർ 2 കാവാലം ചെറുകര ജ്ഞാനേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കുംഭഭരണി ആഘോഷങ്ങളുടെ ഭാഗമായി പൊങ്കാല മഹോത്സവം നടത്തി. വ്യാഴാഴ്ച രാവിലെ 8-നായിരുന്നു പൊങ്കാല സമർപ്പണം. വെളുപ്പിന് 4:15 പള്ളി ഉണർത്തലോടെയാണ് ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് നിർമ്മാല്യ ദർശനം, ദേവിക്ക് വിശേഷാൽ അഭിഷേകം, അലങ്കാര പൂജ, ഗണപതി ഹോമം, ലളിത സഹസ്രനാമാർച്ചന, കലശപൂജ എന്നിവയ്ക്ക് ശേഷമായിരുന്നു പൊങ്കാല സമർപ്പണം. SNDP യോഗം കുട്ടനാട് യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി സജിനി മോഹനൻ ഭദ്രദീപം തെളിയിച്ചു. മനമുരുകി പ്രാർത്ഥിക്കുന്ന മംഗമാരുടെ മനസ്സിൻ്റെ മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന നൈവേദ്യമാണ് പൊങ്കാല. അമ്മയുടെ തിരുസന്നിധിയിൽ ഒരു മകൾ അമ്മയോടെന്ന പോലെ തൻ്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസമാകും എന്ന പ്രതീക്ഷയോടെ ആചാരപരമായി അരി, ശർക്കര, തേങ്ങ, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, നെയ്യ് ഒക്കെ നേദിച്ച് ഉണ്ടാക്കുന്ന ഈ നിവേദ്യം അമ്മയ്ക്ക് ആത്മസമർപ്പണമായി നൽകുമ്പോൾ ധന്യമായ ചടങ്ങിന് എന്നെ ഭദ്രദീപം തെളിയിക്കുന്നതിന് ക്ഷണിച്ച ശാഖായോഗം ഭാരവാഹികൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. 9-ന് നാമനക്ഷത്ര കലശാഭിഷേകവും 10:30-ന് പൊങ്കാല തളിക്കലും നടത്തി. 11-നായിരുന്നു ദേവി പ്രസാദമൂട്ട്. വൈകുന്നേരം 6:30-ന് വിശേഷാൽ ദീപാരാധനയും 7:30-ന് അത്താഴപൂജയും നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ദിലീപൻ നാരായണൻ നമ്പൂതിരിയുടെയും മേൽശാന്തി മിഥുൻ ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5660 രൂപ, പവന് 45,280 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.